വേറൊരു ഹായ് പോയി എന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമൽ സീരീസിൻ്റെ എപ്പിസോഡ് 90 ഓക്കെ. അപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ സ്പേസ് ഹോൾ വഴി സെൻട്രൽ പ്ലെയിനിലേക്ക് പോകുന്ന ഷിയോയന് കൂട്ടരുമാണ്. ഷിയോയൻ ബോട്ട് കൺട്രോൾ ചെയ്യുമ്പോൾ ഇഷ വന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുകയാണ്. അവൾ കൊടുത്തിട്ട് അവളോട് എത്ര ദിവസമായി എന്ന് ചോദിക്കുമ്പോൾ ഏകദേശം 16 ദിവസം കഴിഞ്ഞു, ഇനി കുറച്ചുകൂടി മതി. അവളുടെ പോയിസൺ അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്നാൽ 6th ലെവൽ മോൺസ്റ്റർ കോർ അത് എത്രമാത്രം സക്സസ് ആകുമെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കേണ്ട, എല്ലാം ഓക്കെ എന്ന് പറയുമ്പോൾ ഇതെല്ലാം തീരുമാനിച്ചു വെച്ചേക്കല്ലേ എന്ന് ഈസിയാൻ എന്ന് കളിയാക്കുന്നു. അങ്ങനെ നിലക്കേണ്ട പെട്ടെന്ന് ബോട്ടൊന്ന് ഷേക്ക് ആകുന്നത് നോക്കുമ്പോൾ സ്പേസ് സ്റ്റോൺ സംഭവമൊന്നുമില്ല, ഉൾക്ക എന്ന് കൂട്ടാം. സ്പേസിൽ എന്തോ പറ്റി അങ്ങനെ ആയതാണ്. അതാകട്ടെ ബോട്ടിൽ വന്ന് ഇടിക്കുന്നു. ഇഷ അതുകൊണ്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ പാടുപെടുവാണ്. ഷിയോനെ സഹായിക്കാൻ തുടങ്ങി. ഷില്ല വന്നിട്ട് ഇത് സ്പേസ് സ്റ്റോമാണ്, ഇത് വളരെ ഡേഞ്ചറാണ്. ഷിയോനെ അറിയേണ്ടത് ഇത് പുറത്തു പോകാൻ കഴിയുമെന്നാണ്. ഒരു ഡവ് വെനറേറ്റ് വെച്ച് നോക്കിയാൽ പോലും ഡിഫിക്കൽട്ടാണ്. അപ്പോഴുണ്ട് ഒരു വലിയ കോമറ്റ് സ്പേസിലൂടെ വരികയാണ്. സ്പേസ് ആണല്ലോ, വരും. അത് നേരെ വന്ന ബോട്ട് ഇടിച്ചാൽ മുഴുവൻ തകരും. അതുകൊണ്ട് തന്നെ എല്ലാവരും ബോട്ട് ഇറുക്കി പിടിക്കാനായിട്ട് പറഞ്ഞ് ഈശ്വരനെ ഹെൽപ്പ് ചെയ്ത് ഷിയോയിൻ അത് കൺട്രോൾ ചെയ്യണം. ഷിയോയിൻ ആ സമയത്ത് കൺട്രോൾ ചെയ്യാൻ പാടുപെടുന്നുണ്ട്. അത് അടുത്തേക്ക് വരുന്ന ജസ്റ്റ് മിസ് അതുകൂടെ സൈഡിൽ വരച്ചങ്ങ് പോവുകയാണ്. എങ്കിൽ കൂടി ആ ബോട്ടിൽ ചെറിയ രീതിയിലൊക്കെ ഇഞ്ചറി പറ്റിയെങ്കിലും വലിയൊരു പരിക്ക് ഉണ്ടായിട്ടില്ല. അത് അത്രയും ആശ്വാസമാണ്. ഇത് വരണമെങ്കിൽ സ്പേസ് ട്രാവൽ എവിടെയെങ്കിലും പ്രശ്നം വന്നാണ്, എവിടെയെങ്കിലും ഡാമേജ് ആയിക്കണം എന്നത് മനസ്സിലായി. അങ്ങനെ പറയുമ്പോഴാണ് ഈശ്വരൻ ശരിയാണ്, ദൂരെയായിട്ട് ആ പാസേജ് അത് കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ പ്രശ്നം ആ ഇടയിൽ കൂടി പോകേണ്ട അത്രയും ഭാഗം അതൊരു ഡവ് വെനറേറ്ററിന് പോലും കഴിയാത്ത ഒന്നാണ്. അങ്ങനെയെങ്കിൽ എങ്ങനെ പോകും എന്ന് തീരുമാനിക്കുമ്പോൾ ചോദിക്കുമ്പോൾ റിസ്ക് അത് എടുത്തേ മതിയാകൂ. അവളാണ് ഷിയോയിന് ഇഷയോനോട് ബോട്ട് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറയുന്നത്, ഞാൻ കൺട്രോൾ ചെയ്യാം എന്നും. അതുകൊണ്ട് തന്നെ അവളുടെ ഒരു ഡൗക്ക് ടെക്നിക്ക് ഉപയോഗിച്ച് സ്നേക്ക് വെച്ച് കവർ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. എന്നാൽ അവളെ കൊണ്ട് കഴിയാത്ത അവസ്ഥ വരികയാണ്. കാരണം ഒരു ഡവ് വെനറേറ്റ് ആയവർക്ക് കഷ്ടം. അപ്പോൾ ഇതിലൂടെ പോവുക പറയണ്ടല്ലോ, അവളെ വീക്കാവുന്നു. എങ്കിലും ചെയ്യുകയാണ് പിന്നും അവരോട് ഇറുക്കി പിടിക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോഴാണ് ദൂരെ നിന്ന് പിന്നെ സ്പേസ് സ്റ്റോമൊക്കെ വരുന്നതാണ്. അപ്പോൾ തന്നെ സിയാനോട് ആ സ്പേസ് പവർ ഉപയോഗിച്ച് അതിനെ കളയാനായിട്ട് പറയുന്നു. അവളുടെ ഒറിജിൻ ബോഡിയിലേക്ക് മാറിയിട്ട് അവളുടെ ഡൗക്ക് ടെക്നിക്ക് എടുക്കുകയാണ്. ഇപ്പോഴാണ് മനസ്സിലാവുന്നത് സിയാന്റെ ഡൗക്ക് ടെക്നിക്ക് അത് സ്പേസ് ആണ്. ഇതിനു മുമ്പ് സ്പേസ് ലോക്കലിന് പോലും അവൾക്ക് എടുക്കാൻ കഴിയുന്നത് ഇതുകൊണ്ടാകുമെന്ന് ഇപ്പോൾ മനസ്സിലാകാം. അവളെ ചെയ്ത് വീക്കായി വീണു, കുഴപ്പമില്ല, വീക്കായതാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പാടുപെട്ട് സ്പേസ് സ്റ്റോമിൽ നിന്ന് പുറത്തും വരുന്നു. എല്ലാവർക്കും അപ്പോഴാണ് ഒത്തിരി ആശ്വാസമായത്. എന്നാൽ പെട്ടെന്നാണ് സ്പീഡ് കുറഞ്ഞ പിറകിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഇനി പോയാൽ അത് വലിയ ഡേഞ്ചറാകും എന്നറിയാവുന്നത് കൊണ്ട് ഇനി സിയാനോട് ബോട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് പറഞ്ഞ് ഷിയോയൻ പോകുന്നു. അവർ സോഷിയാനെ പറയുന്നുണ്ട്. അവൻ ഓക്കെ പറഞ്ഞ് ബോട്ടിന്റെ പിറകെ പോയിട്ട് പുഷ് ചെയ്യണം. എന്നാൽ അതിന്റെ സ്പീഡിൽ അവന് പറ്റുന്നില്ല. 3000 ലൈറ്റിന് ടെക്നിക്ക് അത് ഉപയോഗിച്ച് നോക്കി അത് വർക്കിംഗ് ആകാനും തുടങ്ങി. ബോട്ടിന്റെ സ്പീഡ് കൂടി പിന്നെ മുന്നോട്ട് തന്നെ പോകാനും തുടങ്ങി. അവന് പുഷ് ചെയ്ത് മുന്നോട്ടാകുന്നു. അവനെ അത് മുന്നോട്ട് പോയി ആ ആശ്വാസത്തെ നിൽക്കുമ്പോഴാണ് ഷിയോയെ തന്നെ ബാക്കിലേക്ക് വലിക്കാനായിട്ട് തുടങ്ങി. അതിൽ നിന്ന് അവനെ രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അവൻ ഡേഞ്ചറായ ആ സ്പേസ് സ്റ്റോമിലേക്ക് വീഴുകയാണ്. അതുകൊണ്ട് പെമ്പിള്ളേരെല്ലാവരും ഷോക്കായി. അവരത് കണ്ടാണ് പുറത്തേക്ക് പോകുന്നത്. അതിനുശേഷം സെൻട്രൽ പ്ലേറ്റിലെ ഒരു ഭാഗം അവർ ഒന്നും കുഴപ്പമില്ല എന്നൊക്കെ മനസ്സിലാക്കി. ആ ബോട്ടാകട്ടെ തകർന്നു പോയി. എന്നാൽ അപ്പോഴാണ് ഷിയോയെ കണ്ടില്ല. അവൻ വന്നില്ലെന്ന് മനസ്സിലാക്കി പോകാൻ നിൽക്കുമ്പോൾ ഷിൻലൻ തടഞ്ഞു. ഈ സ്പേസ് ഹോള് അത് ഡാമേജ് ആയതാണ്. അവിടെയുള്ള ഫോർമേഷൻ ഓഫായി കിടക്കുന്നത് കൊണ്ട് ഇനി അതിനുള്ളിൽ ഇപ്പോൾ ആരും തന്നെ ഇല്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് ബ്ലെൻഡ് ചെയ്യുമായിരുന്നു. അതിനർത്ഥം ഷിയോയിന് അവിടെ ഇല്ല, വേറെ എവിടെയോ ടെലിപ്പോർട്ടായി പോയി എന്ന് പറയുകയാണ്. എനിക്ക് അന്വേഷിച്ച് പോകാനായിട്ട് നിൽക്കുമ്പോൾ ഈ സെൻട്രൽ പ്ലെയിൻ അത് വളരെ വലുതാണ്, അവരെങ്ങനെ കണ്ടുപിടിക്കും എന്ന് പറയുകയാണ്. അവസാനം ഷിയോയിന് ഇവരെ രക്ഷിക്കാനായിട്ട് വരാം എന്തോ. ഈ സമയത്ത് വേറെ ഏതോ ഒരു ഭാഗത്ത് ഒരുപാട് ട്രാവലേഴ്സ് അവരുടെ സംസാരത്തിൽ നിന്ന് ഷിയോയിൻ അവർക്ക് കിട്ടി. ആകാശത്ത് നിന്ന് വീണതാണ്, ഡെഡാകുമായിരുന്നു. എന്നാൽ അവന് വലിയ പരിക്കൊന്നും പറ്റിയില്ല. പിന്നെ അവരുടെ ഫാമിലിയിലെ ഒരു പെണ്ണിന്റെ കൈന്യസം ഉള്ളതുകൊണ്ട് അവനെ രക്ഷിച്ചു. അങ്ങനെയാണ് സംസാരിച്ചു പോകുന്നത്. അതിലെ കമാൻഡർ ഹാൻചിങ് അല്ല ഹാൻചോങ്. അപ്പോൾ ഇതിലെ ഹാൻ അവരാകണം ആ സ്പേസ് ഹോള് ശരിയാക്കാനായിട്ട് വന്നത്. എന്തോ ഈ ചോങ് അവർ ആ പറയുന്ന സെക്കൻഡ് മിസ് എന്ന ഒരു പെൺകുട്ടിയോട് ഇവിടെ വാട്ടർ സോഴ്സ് ഉണ്ട് ക്യാമ്പ് ചെയ്യാനായിട്ട് ചോദിക്കുമ്പോൾ ഇവിടെ അടുത്ത് മാറിയിട്ട് ചെയ്യാനായിട്ട് പറയുന്നു. കാരണം വേറെ ആൾക്കാർ വന്ന് പ്രശ്നമാകാതിരിക്കാൻ. അങ്ങനെ അതുപോലെ ചെയ്തു. ഷിയോയിൻ കണ്ണുറന്ന് ഇഷ്യാന് ബാക്കുള്ളവർ സേഫായിട്ട് പോയി എന്ന് മനസ്സിലായി. അവന് പെട്ടെന്ന് തന്നെ റിക്കവറായിട്ട് അവരെ മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് പുറത്തേക്ക് വരുന്നു. അവിടെ ആകട്ടെ ക്യാമ്പിന്റെ തിരക്കാണ്. ചോങ്ങിനോട് നന്ദി പറയുന്നു. നീ എഴുന്നേറ്റോ, ആ ഓർഡർ ഫോളോ ചെയ്യുന്നവരുടെ സെക്കൻഡ് മിസ്സാണ് രക്ഷിച്ച് എന്ന് പറയണം. അതിനുശേഷം രാത്രി വാമാക്കാൻ വേണ്ടി ഇത് കുടിക്കും എന്ന് പറഞ്ഞ് ഡ്രിങ്ക്സ് കൊടുത്തു. അവരോട് എല്ലാവരോടും നന്ദി പറഞ്ഞ് കുടിക്കുന്നു. നീ നല്ലൊരു കുടിയൻ തന്നെ. അവരായിട്ട് പെട്ടെന്ന് തന്നെ ക്ലോസ് ആയത്. ഷിയോയൻ ചോങ്ങിനോട് പിൽസ് ടവർ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ സെൻട്രൽ പ്ലെയിനിലെ ഏകദേശം സെൻട്രലിൽ തന്നെ ആയിട്ട് വരും. ഇപ്പോൾ ഉള്ളത് നോർത്തിലാണ്, ഒരുപാട് പോകേണ്ടി വരും. എന്താ ഫ്രണ്ടാണോ അവരന്വേഷിക്കാനാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ, എങ്കിൽ ഇപ്പോൾ നിനക്ക് പരിക്കൊണ്ടത് മാറിയിട്ട് ടൈം പേ സെറ്റിലേക്ക് ആദ്യം പോകും, എന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് അവനും ഓക്കെ. ഷിയോയൻ മനസ്സിലാണെങ്കിലും ആരെന്ന് പോലും അറിയാതെ ഇത്രയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. സെൻട്രൽ പ്ലെയിൻ കൊള്ളാം.
അങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ആ പറഞ്ഞ സെക്കൻഡ് മിസ് വരുന്നത്. അവളുടെ പേര് ഹാൻഷോയി. എവിടെയോ കേട്ട മാതിരി തോന്നും. ഉടനെ അറിയാം. അവരോട് അധികം കുടിക്കേണ്ട, നാളെ ചിലപ്പോൾ പൈത്തൻ ഷാ എന്ന ശ്യാമന് അവനെ മീറ്റ് ചെയ്യേണ്ടി വരും. വാങ്ഷി ഗോർഗ് എന്ന സിറ്റിയിൽ കൂടിയാണ്, അല്ലെങ്കിൽ ഒരു പ്ലേസിൽ കൂടിയാണ് പോകേണ്ടത്. മേ ബി ബാറ്റിലും ചെയ്യേണ്ടി വരും. അവർ ഓക്കെ പറഞ്ഞു. ശിവനാണെങ്കിൽ ഒരു ഡൗവാങ് ലെവലുള്ളവണ് പറയുന്നത് ഒരു എതിർപ്പില്ലാതെ അനുസരിക്കുന്നത് കണ്ട് അതിശയം. എങ്കിലും ഫെമിലിയർ ആയിട്ട് തോന്നി. അവളുടെ അടുത്ത് വന്നിട്ട് നന്ദി പറയുന്നു. സ്പേസ് ടോം കാരണമാണ് ഇപ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് മിസ്സായി എന്ന് പറയുമ്പോൾ അത് കേട്ടിട്ട് അതുകൊണ്ടാണ് അല്ലെ ഇത്ര ഇഞ്ചറി പറ്റി എന്ന് പറഞ്ഞിട്ട് അവളുടെ പേര് ഹാൻഷോയാണ്, ഹാൻ ഫാമിലിയിലുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പിൽസ് അത് കൊടുക്കുന്നു. അവനും മനസ്സിൽ ഹാൻ ഫാമിലി നല്ല കൈൻഡ്നെസ് ഉള്ളത് തന്നെയാണ്. എത്ര തവണ റിപ്ലൈ ചെയ്യണമെന്ന് അറിയില്ല. അതിനുശേഷം പിറ്റേന്ന് ട്രാവൽ ചെയ്യുന്നു. ചോങ്ങിനോട് ആ വാങ്ഷി ഗോർഗ് എന്ന പ്ലേസ് എന്താണെന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത്, വാങ്ഷി അത് സ്നേക് ഡീമൺ പൈത്തൻ ഷാഹിൻ്റെ ടെറിട്ടറിയാണ്. ടൗഹാങ് ഒരു സ്റ്റാർ ആണ് ഉള്ളത്. എന്തുകൊണ്ടും വളരെ സ്ട്രോങ് ആണ്. അതിനാരും പിടിക്കുന്നില്ല. എന്തോന്ന് കാരണമാണെന്ന് ചോദിക്കുമ്പോൾ അത് ട്രാൻസ്ഫോർമേഷൻ പില്ല് കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇൻ്റലിജൻസ് 6 ലെവൽ ബീസ്റ്റിനേക്കാൾ നമ്മൾ വളരെ കൂടുതലാണ്. നമുക്ക് അതിനെ എതിർക്കാൻ കഴിയില്ല. എങ്കിലും പണം കൊടുത്താൽ അത് വിടും. എൻ്റെ ജീവൻ കളഞ്ഞാലും ഹാൻഷോയിനെ പ്രൊട്ടക്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. സിയോയിനറിയാം അത് കഴിയില്ല എന്ന്. എങ്കിൽ സെക്കൻഡ് മിസ്സിൻ്റെ കൈൻഡ്നെസ്സും ബ്യൂട്ടിയും ഉള്ളതുകൊണ്ട് ഒന്നും തന്നെ പറ്റില്ല എന്ന് പറഞ്ഞു വിട്ടു. അങ്ങനെ പോകുമ്പോഴാണ് ആ സ്നേക്കുകൾ വരുന്നത്. സിയോയിന് ഫീൽ ചെയ്ത് ഇത് അവർക്ക് എതിർക്കാൻ കഴിയില്ല. അവർക്ക് മനസ്സിലായി. അപ്പോഴാണ് അങ്ങോട്ട് എൻ്റെ റൂൾസ് എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് പൈത്തൻ ഷാ എന്ന ശ്യാമ എന്ന് വരുന്നത്. അതാണ് പേര്. ചോങ്ങപ്പോൾ അറിയാം അതിനുള്ള റിവാർഡ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് പണം എടുത്തു കൊടുത്തത്. അതുകൊണ്ടൊരു കുഴപ്പമില്ല, ഇനി പൊക്കോട്ടെ എന്ന് ചെയ്യുമ്പോൾ പൊയ്ക്കോ എന്ന് പറഞ്ഞു വിട്ടു. അവരങ്ങനെ പോകുമ്പോഴാണ് ഹാൻഷുവിനെ കാണുന്നത്. അവളുടെ സ്മെല്ല് ജാസ്മിൻ ഫ്ലവർ അത് ആ പൈത്തൻ ഷാനിക്ക് കിട്ടി. പെൺപിള്ളേര് ഒരു വീക്ക്നെസ് ആണെന്ന പോലെ പെട്ടെന്ന് ചാടി ബ്ലോക്ക് ചെയ്തിട്ട് ആ പെണ്ണിനെ വിട്ടിട്ട് വയ്ക്കൂ. ഒരു പെണ്ണിനെ ഈ പാമ്പിനെ നോക്കിയാൽ അവളെ കഴിക്കാൻ തന്നെയാണ്. ആ ജാസ്മിൻ ഫ്ലവർ മുട്ടായി പോലെയാണ്, അല്ലാതെ എന്തിന്. അപ്പോൾ ദേഷ്യം വന്നിട്ട് വഴക്കുണ്ടാക്കുന്നു. നമ്മൾ ടൈം ബേസ് സിറ്റിയിലെ ഹാൻഡ് ക്ലാനിൽ ഉള്ളതാണ്, നമ്മൾ എതിർക്കാൻ നിന്ന് അത് നിനക്ക് പ്രശ്നമാകും എന്നൊക്കെ പറയുമ്പോൾ ആ ഓൾഡ് മാനോ അതിന് നിങ്ങൾ ഇവിടെ നിന്ന് ആരെങ്കിലും പോയാലില്ലേ, പിന്നെ അങ്ങനെ അവരറിയും എന്ന് പറഞ്ഞ് സൈമൻ ചിരിക്കുന്നു. അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് ആക്ഷൻ. അപ്പോൾ തന്നെ പെട്ടെന്ന് ഹാൻഷോയി വന്ന് അടിക്കാനായിട്ട് നോക്കി. എന്നാൽ ഒരു ഫ്ലവർ അതിൻ്റെ ആ സ്മെല്ല് കിട്ടിയതോടെ അടിപൊളി എന്ന് പറഞ്ഞിട്ടൊരു പവർ ഉപയോഗിച്ച് തട്ടിയ കയറ്റി. ജാസ്മിൻ ഫ്ലവർ നീ എൻ്റെ കൂടെ വന്നേക്ക്, ഇല്ലെങ്കിൽ അപ്പോഴേക്കും അവിടെ ഉള്ളവർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, അവരെല്ലാവരെ കൊല്ലും എന്നോട് പറയണം. അവർ എതിർക്കാനായിട്ട് നോക്കി ഒരു ഡൗവാങ്ങാണ്. അവൾ എന്തുകൊണ്ട് തന്നെയും ഈ ശ്യാമിങ്ങിനെ എതിർക്കാൻ കഴിയില്ല എന്ന് സിയോയിന് അറിയാം. അത് നോക്കിയിരിക്കാനും കഴിയില്ല. അപ്പോഴാണ് ആ സ്നേക്കുകളെല്ലാം ഫാറൻ ഹട്ട് ഫ്ലെയിം വെച്ച് കൊന്നോടെന്ന് അതാരാണെന്ന് മനസ്സിലായല്ലോ. സിയോയിൻ അവരുടെ മുന്നിൽ വരാതെ തന്നെ ടൈൻഹുവിനെ വെച്ച് സംസാരിക്കുന്നു. ശ്യാമങ്ങാണെങ്കിൽ നിങ്ങൾ ആരാണ്, എന്തിനാണ് നമ്മുടെ കാര്യത്തിൽ ഇടപെടുന്നത്, നീ ഇവിടെ നിന്ന് പോയില്ലേ നീട്ടിട്ട് എന്ന് പറയുമ്പോൾ അത് കേൾക്കാതെ എനിക്ക് ഇവിടെ വേണം എന്ന് പറഞ്ഞു വന്നു. അപ്പോഴേക്ക് സോൾ പവർ വെച്ച് അടിച്ച് തീർപ്പിച്ചു. ഇതെല്ലാം കണ്ട ആരെന്ന് പോലും അറിയാതെ നിൽക്കുകയാണ് ഹാൻഷോയും ബാക്കിയുള്ളവരും. ഇതെന്ത് സ്ട്രോങ് പവറാണ് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. ഇത് സോൾ പവറാണ്, അപ്പോൾ നിങ്ങളൊരു ആൽക്കമിസ്റ്റ് ആണോ എന്ന് ചോദിച്ച് ഇനി നിന്ന് ആ പണി വിട്ടും എന്ന് മനസ്സിലായതോടെ പൈത്തൻ ഷാ എന്ന ശ്യാമിന് ഒറ്റ ഓട്ടം. ബാക്കിയുള്ളവർ പോയി. അതുകൊണ്ട് അവൻ്റെ ഓട്ടം കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഉള്ളവർ ഹാൻഷോയി ആ അന്യോനായ ആളോട് നന്ദി പറയുന്നു. ഞാൻ ഇതോടെ വന്നപ്പോൾ ജസ്റ്റ് ഹെൽപ്പ് ചെയ്തതേ ഉള്ളൂ എന്ന് സിയോയനും സിയോയൻ ടൈൻഹുവിൻ്റെ വോയിസിൽ പറയുന്നു. ഇതിന് പകരമായിട്ട് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്യാം, റിവാർഡ് തരാം എന്നൊക്കെ പറയുന്നു. എന്നാൽ അപ്പോഴേക്കും ആ വോയിസ് ഇല്ലാതായി. ഫേസ് റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, ഇനി പറഞ്ഞാലേ ചെയ്യില്ല, ഇപ്പോൾ പോകാമെന്ന് പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് പോകുന്നു. ഇനി സിയോയനാണോ എന്ന് കരുത്ത് നോക്കുമ്പോൾ അവനാകട്ടെ പരുക്കുമാറാതെ നിൽക്കണം. അവന് സോൾവായോ എന്ന് ചോദിക്കുമ്പോൾ ആയി എന്ന് പറഞ്ഞിട്ട് ഇവൻ ഇത്രയും ഇഞ്ചുറി ഉണ്ട്, ഇവനാകാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നു. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ലെങ്ത് കുറയ്ക്കുന്നത് കോപ്പിറൈറ്റ് കൂടെ വരുന്നതുകൊണ്ടാണ്. ഇനി 2-3 എപ്പിസോഡേ ഉള്ളൂ. അതപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് ഇടാം. ഓക്കെ, ബൈ.